മതി, ഇനി ഇപ്പുറത്ത്. അയ്യോ, ഞാൻ ആദ്യമായിട്ടാ ഇത്രയും വലിയൊരു ഗുണ്ടനെ ഇത്ര അടുത്ത് കാണുന്നത്. ശരിക്കും? എടാ നീ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എന്റെ അണ്ണ ഒന്ന് തല്ലണം, അത്രേ ഉള്ളൂ. എന്നല്ല എന്റെ പൊണ്ണണ്ണ 30 വയസ്സായിട്ട് ഞാൻ സിംഗിളാ. 30 വയസ്സായ നീ സിംഗിൾ അല്ല, അങ്കിൾ. നിങ്ങളോ? അങ്കിൾ ബൺ. ഇതല്ല, ഈ 31 വയസ്സായിട്ടാണ് എനിക്കൊരു കുട്ടീനെ സെറ്റായത്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, 90 കിഡ്സിന് പെണ്ണ് കിട്ടാന്ന് പറയുന്ന തന്നെ മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെ. എന്നിട്ടും ഞാൻ ഒരെണ്ണത്തിന് ഒപ്പിച്ചു. അപ്പുണ്ടപ്പാ എവിടുന്നോ കേറി വന്നിരിക്കുന്നു അവരുടെ ഒരു കൂട്ടുകാരൻ ബെസ്റ്റി. അവനെ തല്ലണം. ബാസ്റ്റിൻ പേര് കൊള്ളാം. ഇടിക്കുമ്പോ ഒരു ഗുമ്മൊക്കെ ഉണ്ട്. ആരെയാണ് തല്ലത്? എന്റെ അമ്മ ബെസ്റ്റി. ഈ ബെസ്റ്റി എന്ന് പറയുന്നത് അതെന്താ സംഭവം എന്ന് പറഞ്ഞതാ? അതിപ്പോ പറയുമ്പോ ഇങ്ങനെ ഈ ബെസ്റ്റി എന്ന് പറഞ്ഞാ കാമുകുമാര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബെസ്റ്റികൾ ചെയ്യും. പക്ഷെ അവരൊരിക്കലും കാമുകനാവില്ല. സെറ്റപ്പ് അങ്ങനെയും പറയാം. ഇപ്പൊ ശരിക്കും അണ്ണന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, അണ്ണൻ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് ഒരു കാർ മേടിക്കാണ്. അയ്യോ, എനിക്ക് ലോൺ കിട്ടുകയല്ല, എനിക്ക് സിവിൽ സ്കോർ ഇല്ല. എന്റെ അണ്ണ ഒരു ഉദാഹരണല്ലേ? ഉദാഹരണമാണോ? എന്താ പറഞ്ഞു? അണ്ണ അങ്ങനെ ഒരു കാർ മേടിക്കുന്നു. അതിന്റെ EMI അണ്ണ അടയ്ക്കുന്നു. അതില് പെട്രോള് അണ്ണടയ്ക്കുന്നു. അതില് സർവീസും അണ്ണൻ ചെയ്യുന്നു. പക്ഷെ അത് ഓടിക്കുന്നത് വേറെ ഒരുത്തൻ. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ എനിക്ക് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ തല്ലുന്നത് നിന്റെ ഡ്രൈവറെ ആണല്ലേടാ? ബെസ്റ്റി 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 എന്ന് പറയാൻ അവന്റെ പേരെന്ന് പറയുവോ? അവന്റെ പേരാണ് ജെറി. അത് കേക്കിന്റെ പുറത്തുള്ളതല്ലേ? അത് ചെറി. പുറത്ത് വരുന്നോ? അത് ചൊറി. എന്റെ വായി വരുന്നുണ്ട്. എന്തോന്ന് തെറി? ആ തെറി നീ കേക്കണമെന്നുണ്ടെങ്കിൽ അവനെ ഇപ്പൊ ഇവിടെ വിളിക്കും. ഞാൻ അവനെ ഇടിച്ച് ഉറക്കി കളയും. അവനെ നോക്കണം. അവനെ ക്ലാസ് കഴിഞ്ഞ് വരാനുള്ള സമയമായി. ആ ഉപ്പി വഴി വരണ. ഈ ക്ലാസ്സിൽ പഠിക്കുന്ന നേർക്കനൊക്കെയാണോ ഞാൻ തല്ലണ്ട്? എന്തേലും ആട്ട് വെറുതെ അവൻ വന്നു കഴിഞ്ഞാട്ടണ്ണ അണ്ണ അവനൊരു പാഠം പഠിപ്പിക്കണം. ഞാൻ പോണു ചുമ്മാ വെറുതെ. നീ ഏതെങ്കിലും ഒരു കാര്യം തുറച്ചു നിൽക്കണം. ആദ്യം പറഞ്ഞ അവനെ തല്ലണോന്ന്, ഇപ്പൊ പറയുന്നത് പാഠം പഠിപ്പിക്കുന്നു. ഞാൻ ആരാണ്? സ്കൂൾ മാറ്റാ. അണ്ണ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്. അവനൊന്ന് ഇടിക്കണം, ഇടിച്ച് ഇപ്പ് മാറ്റണം. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യും. താലൂക്കാശത്തിന് വിളിച്ചിട്ടേ ഒരു ബെഡിന് പറ. അവൻ വന്നു കഴിഞ്ഞാൽ അവന്റെ കൈ ഞാൻ എടുക്കും. അണ്ണ കൈ എടുക്കല്ലേ, അണ്ണ കൈ എടുക്കല്ലേ. എന്നാ കാല് ഞാൻ എടുക്കും. അണ്ണ കാല് എടുക്കല്ലേ. അങ്ങനെയാണ് അവന്റെ പോക്കറ്റിലെ പൈസയിൽ ഞാൻ എടുക്കും. എനിക്ക് എന്തെങ്കിലും ഇവിടെ എടുക്കാൻ പോകാൻ പറ്റത്തില്ല. അയ്യേ, നിങ്ങൾ ശരിക്കും ഗുണ്ടയാണോ? എവിടുന്ന്? നിനക്കെന്നെ ശരിക്കും അറിയത്തില്ല. പണ്ട് അർദ്ധരാത്രിയില്, അതും കോരിച്ചൊരിയുന്ന മഴയത്ത്, എനിക്കെതിരെ കേസ് കൊടുത്ത മുനിയാണ്ടിയെ പിടിക്കാൻ വേണ്ടി ഞാൻ അവന്റെ വീട്ടില് പോയി. എന്നിട്ട് അവൻ എന്നെ കണ്ട് പേടിച്ച് ഒളിച്ച്. അവനെ പിടിക്കാനായിട്ട് 8 മണിക്കൂറാണ് ഞാൻ അവിടെ നിന്നത്. എന്നിട്ട് അവനെ പിടിച്ചാ? ഇല്ല, പനി പിടിച്ച് 3 ദിവസം ഞാൻ ഐസിയുലായിരുന്നു. അതിന്റെ ഇടയിൽ എനിക്ക് വില്ലൻ ചുമയും പിടിച്ച്. അതെന്താ വില്ലൻ ചുമ? ഞാൻ വില്ലനല്ലേടാ. ലോജിക്കലി കറക്റ്റാണ്. എന്നോടൊരു കാര്യം ചോദിക്കാൻ മറന്നു. ചോദിക്കണ. നീയും അവളും എങ്ങനെയാ കണ്ടുമുട്ടി? അണ്ണാ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് അവളോട് ക്രഷ് അടിച്ചത്. നീ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടാ? പിന്നെ ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് പാസ് ചെയ്തല്ലേ. അപ്പൊ ബുദ്ധിയൊക്കെ ഉണ്ട്. അല്ല, അണ്ണൻ കോളേജ് പഠിച്ചിട്ടില്ലേ? ഞാൻ കോളേജ് പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പൊന്നെ, ഏത് കോളേജില്? മെഡിക്കൽ കോളേജില് പിള്ളേർക്ക് സ്റ്റിച്ചിട്ട് പഠിക്കാം. ഇവിടെ ഫുള്ള് സ്റ്റിച്ചാടാ. നോക്കട്ടെ അണ്ണാ, അവരാണ് പറ്റിച്ച്. ഒരു ഭാഗത്ത് സ്റ്റിച്ചിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അണ്ണനെ വിളിക്കാൻ വീടിന്റെ അവിടെ വന്നപ്പോഴേ എന്റെ അടുത്ത് അവിടുത്തെ കുറച്ച് ആൾക്കാര് അണ്ണൻ കുറച്ചുനാള് ഒളിവിലായിരുന്നു, വേറെ എവിടെ പോയിരുന്നു, അങ്ങനത്തെ കഥകള്. ഞാൻ കുറച്ച് ആള് ഗുജറാത്തിലായിരുന്നു. ആഹാ, അവിടെ എന്തായിരുന്നു പരിപാടി? അവിടെ എന്താ പരിപാടിയെന്നോ? കഴുത്തുവട്ടായിരുന്ന? കരിക്കുവട്ടായിരുന്നു. അല്ല, അതൊക്കെ പോട്ടെ. അണ്ണന്റെ ഒളിവുകാല സ്മരണകളായിട്ട് നമുക്കത് കാൽക്കുലേറ്റ്. അല്ല അണ്ണാ, അണ്ണന്റെ ഈ ലുക്കും ആ ഒരു താടി കാണുമ്പോ എനിക്ക് ഒരു കാര്യം ഉറപ്പാ, അണ്ണന് പുറത്തുനിന്ന് ഒരുപാട് കൊട്ടേഷനുകൾ കിട്ടുന്നുണ്ട്. പുറത്തുനിന്ന് കൊട്ടേഷൻ വരാറുണ്ടോന്നോ? പണ്ട് ഒരു അമേരിക്കയിലെ സായിപ്പിനെ തല്ലുവാൻ എന്നെ ക്ഷണിക്കുകയുണ്ടായി. എന്തായി? അത് എന്തെങ്കിലും ഒരു കഥ പറയുമ്പോ ഒരു ഇണ്ടാ ചേർക്കാൻ ഒരു പഞ്ച് കിട്ടും. കഥ കേൾക്കാൻ സുഖം വന്നില്ല. അങ്ങനെ ഞാനും സായിപ്പും കൂടെ ബോക്സിംഗ് റിംഗിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഇവിടെ ഈ സായിപ്പ് എന്ന് പറയുമ്പോ അവൻ 5-6 അടി പൊക്കം വരും. അയ്യോ, അപ്പൊ ഈ റെഫറി വന്നിട്ട് എന്നോട് പറഞ്ഞു വായി മറ്റേ ക്ലാപ്പ് വെക്കാൻ. കാരണം എനിക്ക് ഇവരെ കാണുമ്പോ ഇടിക്കാനെങ്കിൽ തരിച്ചു നിൽക്കാം. കുറ്റിന്റെ നമ്മുടെ മനസ്സിൽ കിടക്കുവാണല്ലോ. സായിപ്പിന്റെ നെഞ്ചാൻ കൂടി നോക്കും. എന്റെ പൊന്നെ, സായിപ്പ് ഒന്നും ചെയ്തില്ലേ? ചെയ്ത് കാണും, തീർച്ചയായിട്ടും ചെയ്ത് കാണും. എനിക്ക് ബോധമില്ലായിരുന്നു. ബോധം വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം. എന്താണ്?
റെഫറി പറയുന്ന കേക്കണം. ഇല്ലേ ഈ സെറ്റ് ബല്ലായിട്ട് നടക്കേണ്ടി വരും. അണ്ണാ ദേവൻ സായിപ്പാ ആദ്യം കണ്ടത് വെള്ളിയാഴ്ച, പിന്നെ കണ്ടത് ചൊവ്വാഴ്ച, ഞായറാഴ്ച കണ്ട ബ്യൂട്ടിഫുൾ. ഞാനോടാ ബെസ്റ്റി. അല്ല, ഞാൻ ജെറിൻ. അയ്യോ സോറി, ആള് മാറിപ്പോ. ആള് മാറിപ്പോടാ. അവൻ ബെസ്റ്റി അല്ല, ജെറിന. എന്റെ രണ്ടൂരാളല്ലേ? അത് ശരിയാണല്ലോ. എനിക്കിപ്പോ ഒരു അബദ്ധം പറ്റിയതാ. പറ്റിയോ? നിനക്ക് കാമുകയില്ലല്ലേ? ഇല്ല. അതുകൊണ്ടാണോ കാമുക ഉള്ളവന്റെ പെണ്ണിയായിട്ട് നടക്കുന്നത്? കാമുകി ഉള്ളവനാര്? സുബീഷ എന്താ ഇവിടെ? പറഞ്ഞു കൊടുക്കടാ. എടാ നിന്റെ വിശപ്പിനുള്ള ഊണും കൊണ്ട് വന്നവനാടാ. ഡെലിവറി ബോയ്. നിന്റെ പടമൊക്കെ വന്നാന്ന് ഫോട്ടോഗ്രാഫർ. നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. നിന്നെ ഉറക്കാൻ വന്നവനാടാ. മയക്ക് ഡോക്ടർ, മയക്ക് ഡോക്ടർ. ഇവനെന്താ ഇരിക്കണേ? ഞാൻ പറഞ്ഞ ഒരു നീ ഫാൻസി സിസ്റ്റം വന്നു കഴിഞ്ഞാ എനിക്ക് മനസ്സിലാകത്തില്ല നോർത്തല്ലേ? ഇത് ഫാൻസി ഡ്രസ് അല്ല, ഞാൻ കരോട്ടക്കാരനാ. ചെറുക്ക പേഴ്സ് കേട്ടോ, രക്ഷപ്പെടാൻ പറയുക. അവൻ കരാട്ടക്കാരനാണ്. അവൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല, ശരിക്കും കരാട്ടക്കാരനാ. നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഒന്ന് പെട്ടുപോയല്ലോ. അതെന്റെ അല്ല, അവന്റെ. നീ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല അവൻ കരോട്ടക്കാരനാന്ന്? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ആ താലൂക്ക് ആശുപത്രി വിളിച്ചിട്ട് 3 പെട്ടിന്ന് പറ. അതെന്തിനാ 3 ഒറ്റക്കല്ലോ? നമുക്ക് എന്തിനു 3? എനിക്ക് 2 വേണം. ഒന്നും നോക്കണ്ട, അവനെങ്ങ് ചെന്നും ഉറക്കിക്കളാം. അവൻ എന്റെ ഇളയ മോനല്ലേ ഉറക്കാൻ. നീ പോയി സംസാരിക്കും. പോയി സെറ്റ് ചെയ്യണ്ട, സെറ്റ് അടിച്ചങ്ങ് കുപ്പിലാണ്. ഇത് വലിയ ശല്യ. കുറെ നേരായി. സുബീഷ ആളാ ഈ മാമാണിക്കുട്ടിയെ ഫിഗർ ഇട്ടിക്കണോ? എന്നെ ഒതുക്കാൻ വേണ്ടി ഞാൻ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. നന്നാച്ചിയാണേ. എന്തൊരു വഴിയോട് കാണിച്ചേ? ഇതെന്തിനാ മാറ്റി പറയണേ? ഞാൻ ഒരു കാര്യം പറയാം. ഇവൻ ഇവിടെ പോകുന്നവരെ ഞാൻ ആ ഗുണ്ടയാന്നുള്ള കാര്യം അവൻ അറിയരുത്. സത്യം പാടാ, നീ ആറാ? ഞാൻ ഗുണ്ടയാണ്. അവന്റെ പഞ്ച് എന്റെ നെഞ്ചത്തിരുന്നേ. ഞാൻ ഒരു കാര്യം പറയാം. അടിക്കാനും ഇടിക്കാനും ആർക്കും പറ്റും, പക്ഷെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വേണം തീർക്കാൻ. എന്നാലേ അത് നടക്കുള്ളൂ. അതുകൊണ്ട് നീ പോയി സംസാരിക്കും. ഓക്കെ. എനിക്ക് പേടിയാന്ന്. ഹലോ. ഹലോ. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. പറഞ്ഞു. അവന്റെ ലവറാണല്ലോ നിങ്ങളുടെ കൂട്ടുകാരി? കൂട്ടുകാരിയല്ല, ബെസ്റ്റി. ബെസ്റ്റി. അപ്പൊ ആ ബന്ധത്തിന് പുള്ളിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു പോണം. ഒഴിഞ്ഞു പോ. അവൻ പറഞ്ഞു. താല്പര്യം അവൻ പറഞ്ഞല്ലേ? പറഞ്ഞു. എന്റെ പൊന്നണ്ണങ്ങൾ കേൾക്കണം, ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. നിരപരാധിയാണോ? എവന് ആ കൊച്ചിന് സംശയം. സംശയമോ? എടാ നിനക്ക് സംശയമാണോടാ? അണ്ണച്ചിങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവളെ കൊണ്ട് ഏതെങ്കിലും റിസോർട്ടിൽ പോയി റൂം എടുത്താ അവന് സംശയം. ഞാൻ ഒരു സ്വിമ്മിംഗ് പൂളിൽ അവളുമായിട്ട് കിടന്ന് കുളിച്ച അവന് സംശയം. ഞാൻ രാത്രി മുഴുവൻ അവളെ വീഡിയോ കോൾ ചെയ്താ ഇവന് സംശയം. അവൻ സംശയിക്കുമല്ലോ ചേട്ടാ, ബാക്കിയെല്ലാം നീ ചെയ്യുന്നുണ്ടല്ലോ. അല്ല, അത് മാത്രമല്ല, യവന് അവളോടുള്ള അപ്രോച്ച് ശരിയല്ല. അല്ല, അവൻ പറഞ്ഞ നേരണ്ടാ? നിന്റെ അപ്രോച്ച് ശരിയാണോ? എന്റെ പൊന്നെണ്ണ ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാം? അതിന്റെ ഇടയിൽ അവൻ നിൽക്കില്ലേ? നീ കൂടുതൽ ന്യായം പറയല്ലേ? കറക്റ്റ് നന്നായിട്ട് അപ്രോച്ച് ചെയ്യാൻ അറിയാവുന്നവനാണ് നീ നന്നായിട്ട് അപ്രോച്ച് ചെയ്യും. എന്റെ വല്ലതാണ് ഞാൻ തുരുതുര അപ്രോച്ച് ചെയ്തത്. കൂടുതലൊന്നും പറയണ്ട. അപ്രോച്ച് കുട്ടാ നീ പറ. അത് മാത്രമല്ല, ആ പാവപ്പെട്ട കൊച്ച് പാതിരാത്രിക്ക് എന്നെ വിളിക്കും ഒരിറ്റ് സ്നേഹത്തിന് നൈറ്റ് പോണമെന്ന്. ഈ പട്ടി അതിന് അവളെ കൊണ്ടുപോകത്തില്ല. നീ എന്നാണ് നൈറ്റ് റൈഡ് പോകത്തെ? അതെന്താന്നറിയോ? 6 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലേ അച്ഛൻ വഴക്കുറയും. എന്റെ പൊന്നെണ്ണ ഇവൻ മുണ്ണ. വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അവക്ക് പുതിയ ഐഫോൺ വാങ്ങാൻ പൈസ ഇല്ല. കിഡ്നി വിൽക്കാന്ന് ഞാൻ പറഞ്ഞു. ഈ നാരെ കേൾക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. അവൻ എന്തുകൊണ്ടാണ് നീ അത് കേൾക്കാഞ്ഞത്? അവൻ പറഞ്ഞത് അവന്റെ കിഡ്നി അല്ല, എന്റെ കിഡ്നി ആരെയായാലും വിറ്റാ പോരെ. ഇപ്പം ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവൻ ഇടഞ്ഞു നിൽക്കുവാണ്. കണ്ടില്ലേ നെഞ്ചക്കെടുത്ത് നെഞ്ചത്തടിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് ഇവന്റെ ഫാമിലിയോട് സംസാരിക്കാം. ഈ കുടുംബക്കാരൊക്കെ എന്തിനാ വെറുതെ? നിനക്ക് പെണ്ണ് കിട്ടിയാ പോരെ? എനിക്കത് കിട്ടിയാ മതി. ഞാൻ സംസാരിക്കാം. അതെ നെഞ്ചക്കൂട്ടാ. മോന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും. അച്ഛനെന്താണ് പണി?
ഇറച്ചി വെട്ട്. അയ്യോ അല്ലെങ്കിൽ ഈ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ മോൻ കിടന്ന് കാണിച്ച പുള്ളിയോട് ഞാൻ പറഞ്ഞ കാര്യം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് 2 വഴിയുള്ളൂ ഈ പ്രശ്നം തീർക്കാൻ. എന്താ ഒന്നെങ്കിൽ നീ അവനെ അടിക്കണം, പിന്നെ അല്ലെ അവന്റെ ഞാൻ തല്ലു കൊള്ളണം. പക്ഷെ രണ്ടാമത്തെ ഒരിക്കലും നടക്കില്ല. നീ പേടി പോ. പേടിയാ നിന്റെ പെണ്ണു വേണ്ടിയല്ലേ? പോടാ എന്റെ ബ്രൂസിലി ഭഗവാനെ എനിക്ക് ശക്തി തരൂ. അങ്ങനെ അടിച്ച നീ എന്റെ അണ്ണ അടിച്ച ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും. നോക്കിക്കോ, കൂട്ടണ്ട എവിടെ പോടണ്ട. നിനക്ക് 6 മണിക്കല്ലേ, എനിക്ക് 5 മണിക്ക് വീട്ടിൽ കയറണം. പാവളം താനേ തിരിച്ചു വരുന്നത് നിനക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ പോണ്ടേ? കിട്ടിയടാ, നിന്നെ കൈ കിട്ടിയടാ. അയ്യോ ഞങ്ങളുടെ ചുട്ടുമണി വീണ്ടും കിടിലുമായിരുന്നു ഗൈസ്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ചുട്ടുമണിയുടെ പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ചുട്ടുമണി ഗുണ്ടയായിട്ടൊക്കെ വന്ന് അത് ഭയങ്കര എനിക്ക് ചുട്ടുമണിനെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അടിപൊളിയാണ് മോനെ. നല്ല അസാധ്യ ടൈമിംഗ് കേട്ടോ. അവന്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ നല്ല രസമുണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്ത മോനെ. അടിപൊളി. ഫസ്റ്റ് ഒരു അടി അവന്റെ കവാലത്തിൽ. എന്റെ അണ്ണ ഒന്ന് തള്ളണം, അത്രേ ഉള്ളൂ. ആ അടി ഈ ഫ്ലോറിൽ എല്ലാരും കേട്ടു. സത്യം പറ, കിട്ടി. അത് എത്ര നന്നായി വേദനിച്ചില്ലേ? ചെറുതായിട്ട് കുറച്ചധികം. സത്യം പറഞ്ഞാ ചിരിക്കാനുള്ളൊരു കൗണ്ടർ ആയിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും ഷോക്കായി പോയി. എപ്പിസോഡൊക്കെ വന്നിട്ട് എന്നാ പറഞ്ഞു എല്ലാവരും നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ എന്തായാലും എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ. എനിക്ക് ഭയങ്കര ഹാപ്പി ആണല്ലോ. പിന്നെ എത്രയാണെങ്കിലും കുഴപ്പമില്ല. ഒരെണ്ണം കിട്ടിയതിന്റെ Delay പോയതിന്റെ അതൊക്കെ. വാ, നമുക്ക് നോക്കാം. വാ. സൂപ്പർ സൂപ്പർ. എന്തായാലും ഗംഭീരമായിരുന്നു. എന്ത് പറയുന്നു ചേച്ചി? സൂപ്പർ, എക്സലന്റ്. നല്ല ക്യൂട്ടായ ഒരു സ്റ്റോറി ആയിരുന്നു. നല്ല ഭയങ്കര സീരിയസ് ആയിരുന്നല്ല, പക്ഷെ ആ ഒരു ടൈമിങ്, ഡയലോഗ്സ്, ആ ഒരു കോൺസെപ്റ്റ് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ആരാണ് അത് അവതരിപ്പിക്കുന്നത്, ആരാണ് അത് ആക്ട് ചെയ്യുന്നത്, മാറ്റേഴ്സ് അലോട്ട്. പിന്നെ നിങ്ങൾ 3 പേരുടെയും ആ ബോഡി ലാംഗ്വേജ് ആക്ടിങ് ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെൻ സംബഡി യൂസസ് ദെയർ ബോഡി, ദെയർ ഫുൾ പേഴ്സണാലിറ്റി, അത് നിങ്ങൾ 3 പേരും അസാധ്യമായിട്ട് ചെയ്യുന്നു. ആൻഡ് യുനോ പിടിച്ചിങ്ങനെ അമർത്താൻ തോന്നുന്നു. എന്തായാലും God bless. Congratulations. ബ്ലെസ്സിങ്സ് മാത്രം പോരാ, ഇനി പൈസ വേണ്ടേ? അപ്പൊ ബാങ്ക് ഓഫ് ബോംബെ, പ്ലീസ് ക്രെഡിറ്റ് 50,000 rupees. കിട്ടി. ആർക്ക് കൊടുക്കില്ലാതാണോ? ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും 50,000 rupees കിട്ടി. സന്തോഷമായി. അപ്പൊ ഇനിയും നിങ്ങൾ ഇതുപോലെ തന്നെ പൈസ വാരി കോരട്ടെ. ഞങ്ങൾക്കും അതുപോലെ ചിരിക്കാനുള്ള ഒരുപാട് അവസരങ്ങളും കൊണ്ടുവരാം. ഓക്കെ.